ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നൊരു ബിരിയാണി കഥ ആയാലോ. നമ്മൾ മഞ്ചേരി പോയപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. ഞാൻ ചിക്കൻ ദം ബിരിയാണിയും സെമ്മും ഒരു ലഗോൺ ദം ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ലഗോൺ ദം ബിരിയാണി ഞാൻ ടേസ്റ്റ് ചെയ്തു, പക്ഷേ എനിക്കത് വലിയ ഇഷ്ടമായിട്ടില്ല. എനിക്കത് എന്തോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ ചിക്കൻ ദം ബിരിയാണിയാണ് ഞാൻ കഴിച്ചത്. പിന്നെ അവിടുത്തെ പിക്കിൾസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബീട്രൂട്ട് കൊണ്ട് എന്തോ ഒരു പിക്കിളും പിന്നെ നമ്മുടെ പൈനാപ്പിളും മുളകും ഒക്കെ ആയിട്ട് എന്തോ ഒരു പിക്കിളും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവർ രണ്ടാളും ലഗോൺ ദം ബിരിയാണി ഇട്ടാണ് കഴിക്കുന്നത്. എനിക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ റൈസൊക്കെ ഉണ്ടായിരുന്നു. ചിക്കൻ ദം ബിരിയാണിയിലും ലഗോൺ ദം ബിരിയാണിയിലും അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നല്ല വയർ നിറയാൻ ആവശ്യത്തിനുള്ള റൈസ് ഉണ്ടായിരുന്നു. പിന്നെ ആ റെസ്റ്റോറൻറ്റിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നില്ല. ലഞ്ച് ടൈം ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, ശനിയാഴ്ച ആയതുകൊണ്ടാണോ ആവോ, നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കും ബഹളമൊക്കെ ഉള്ളൊരു ഹോട്ടലായിരുന്നു കേട്ടോ. അപ്പോൾ ആ പിക്കിൾസൊക്കെ പിന്നെയും കഴിക്കാൻ തോന്നും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓൾറെഡി ഞാനൊരു പിക്കിൾ ലവറാണ്. എനിക്ക് അച്ചാറിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. മിന്നുകുട്ടി ഞങ്ങൾ അച്ചാർ തിന്നാണ്ടിട്ടാണ് അച്ചാർ വേണമെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ആ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡൊക്കെ വയറ് നിറച്ച് കഴിച്ച് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാനിൽ നമ്മളിനി എന്തായാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാലേ ഇനി എങ്ങോട്ടാണ് പോവാന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ മഞ്ചേരി തന്നെ ഉള്ള ഇന്ത്യ മാളിലേക്കാണ് കേട്ടോ അടുത്തത് പോയത്. ഇന്ത്യ മാള് നല്ല തിരക്കുണ്ടായിരുന്നു. ശനിയാഴ്ച ആയതുകൊണ്ട് കുട്ടികളും ആൾക്കാരൊക്കെ നല്ല ബഹളമൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കുണ്ട് അവിടെ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സും അതും ഇതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ നമ്മുടെ മിന്നുകുട്ടിക്ക് ഇതൊന്നിനോടും ഒരു താല്പര്യമില്ലാത്ത കുട്ടിയാണ്. ഓക്കെ എവിടെയെങ്കിലും ചെന്ന് അടങ്ങിയിരിക്കുന്നതിനോട് തീരെ താല്പര്യമില്ല. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അങ്ങനെ നടക്കാനാണ് അവൾക്ക് ഇഷ്ടം. അവളിങ്ങനെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടോ അവിടെ അതിനുള്ളിലൊക്കെ കയറാൻ നമുക്ക് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ അവിടുന്ന് കാർഡ് പർച്ചേസ് ചെയ്യണം, എന്നാലേ നമുക്ക് അതിനുള്ളിലൊക്കെ കയറാൻ കഴിയുള്ളൂ. അങ്ങനെ നമ്മൾ അടുത്ത പ്ലാനാക്കി നമുക്കൊരു സിനിമ ഉണ്ടാകാമെന്ന് വിചാരിച്ച് നമ്മൾ മമ്മൂട്ടിയുടെ പുതിയ പടം ഉണ്ടല്ലോ, അപ്പോൾ ആ പടം കാണാമെന്ന് വിചാരിച്ച് നമ്മൾ ടിക്കറ്റൊക്കെ നോക്കി. അപ്പോൾ ടിക്കറ്റ് 6 മണിക്കാണ് കേട്ടോ. നമ്മളവിടെ 5 മണിയൊക്കെ മുന്നേ നമ്മളവിടെ മാളിൽ കയറി. നമ്മൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ സെമ്മു ഒരു ഫുൾ ബോഡി മസാജ് ചെയ്തത് ഫസ്റ്റ് ടൈം ആട്ടോ. സെമ്മു ഇത് ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഞാനും ചെയ്തു. എന്തായാലും നമ്മൾ അത്രയും നേരം നിൽക്കല്ലെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു, പക്ഷേ വീഡിയോ എടുത്തില്ല. ഫോണിൽ ചാർജ് തീരില്ലായിരുന്നു നമുക്ക്, അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല. കുറേ നേരം എന്നിട്ട് നമ്മൾ സിനിമ കാണാൻ അകത്ത് കയറി. മമ്മൂട്ടിയുടെ സിനിമ അടിപൊളി സിനിമയായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും കാണാൻ, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.